ഓൾമോസ്റ്റ് 169 കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ റൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ബാറ്ററി ചാർജ് എന്ന് വെച്ചാൽ 20% ആണ്. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എറണാകുളം കയറിയപ്പോൾ തൊട്ട് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ടോപ്പ് ഹാവൻ ടിവിസിന്റെ ആദ്യത്തെ ലോങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് EV വാഹന പ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലായിട്ടുള്ള ST 5.3 എന്ന മോഡലിന്റെ ഒരു റോഡ് ടെസ്റ്റുമായിട്ടാണ്. ST 5.3യെ പറ്റി പറയുകയാണെങ്കിൽ TVS എന്ന കമ്പനി ST 5.3 എന്ന മോഡലിന് പറഞ്ഞിരിക്കുന്ന IDC റേഞ്ച് എന്ന് പറയുന്നത് 212 കിലോമീറ്റർ ആണ്. ആ 212ൽ ബൈ റോഡ് നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടുമെന്നും ഈ വണ്ടിയുടെ റൈഡ് കംഫോർട്ടുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 96% ആണ് നമുക്ക് ചാർജ് ഉള്ളത്. അതിന് നമ്മുടെ ഡിസ്പ്ലേ തന്നെ അറിയാൻ കഴിയും. 168 കിലോമീറ്റർ ആണ് നമുക്ക് വണ്ടി ട്രാവൽ ചെയ്യാൻ കഴിയുന്നതാണ് വണ്ടി നമുക്ക് ഇതിനകത്ത് തന്നെ പറയുന്നത്. അപ്പോൾ അത് കൂടാതെ നമ്മൾ റീജനറേഷൻ വഴി നമുക്ക് വണ്ടിക്ക് എത്ര കിലോമീറ്റർ കൂടെ എക്സ്ട്രാ കിട്ടുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഏകദേശം 5:30 കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഗോപാലപുരമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് ബൈ റോഡ് നമുക്ക് വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഇറ്റ്സ് മീ വൈസാഖ് ഫ്രം ടോപ്പ് ഹാവൻ TVS. അപ്പോൾ നമ്മളൊരു കോഫി ബ്രേക്കിനായിട്ട് നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള റൈഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഒരു കോഫി കുടിച്ചുകൊണ്ട് പറയാം. മോർണിംഗ് റൈഡിൽ ഇതേപോലൊരു ചായ കുടിച്ചുകൊണ്ടൊരു തുടക്കം. ഞാൻ വിഷയത്തിൽ നിന്ന് തെറ്റിമാറുമല്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് നിയർലി ഒരു 1.5 മണിക്കൂറാകുന്നു. ഇപ്പോൾ നമ്മൾ എറണാകുളം ടോൾ പ്ലാസയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 102 കിലോമീറ്റർ ആണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഇടയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പവർ മോഡും എക്കോ മോഡും നമ്മൾ സ്വിച്ച് ചെയ്ത് ഓടിച്ചിരുന്നു. അപ്പോൾ പവർ മോഡ് ഓടിക്കുമ്പോഴേക്കും ഗ്രാജുവലി നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കുറവ് നമുക്ക് വണ്ടിയുടെ ഒരു റേഞ്ചിനകത്ത് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമുക്കിനി ഇപ്പോൾ 100 കിലോമീറ്റർ നമുക്കിനി ട്രാവൽ ചെയ്യാനുള്ള ഒരു റേഞ്ച് നമുക്ക് വണ്ടിയുടെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മളിപ്പം വിചാരിച്ചതിനേക്കാൾ ഒരുപാട്, കാരണം കാലാവസ്ഥ ഒരുപാട് നമുക്ക് വേഴ്സായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു 11 മണിക്ക് എത്തുന്ന പ്രതീക്ഷിച്ചത്. അപ്പം അത് നമ്മൾ കറണ്ട്ലി കളമശ്ശേരി വരെയാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് കളമശ്ശേരിയിലുള്ള പെരിയാർ TVSന്റെ ഷോറൂം വരുന്നത്. നമ്മുടെ TVS EV വെഹിക്കിൾസ് എടുക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും. പക്ഷേ TVS iQube എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ആ ഒരു തരത്തിലുള്ള പേടിയുടെ ആവശ്യമില്ല. കാരണം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം തന്നെ നമ്മുടെ TVSന്റെ ഷോറൂം ഉള്ളത് കൊണ്ട് തന്നെ ഇൻ കേസ് നമ്മളൊരു ചാർജ് ഡ്രെയിൻ ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും നമ്മുടെ ഏത് TVSന്റെ ഷോറൂമിലാണെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കറണ്ട്ലി നിൽക്കുന്നത് പെരിയാർ TVSന്റെ ഷോറൂമിന്റെ മുന്നിലാണ്. പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഇപ്പം ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് എന്തായാലും പോകുന്ന വഴി ഇൻ കേസ് ചാർജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് അടുത്ത ഷോറൂമിൽ കയറി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എറണാകുളം കയറിയപ്പോൾ തൊട്ട് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ട് ഒരു 2 റെയിൻകോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതില്ലാതെ പോവുകയാണെങ്കിൽ ഞങ്ങൾ മിക്കവാറും വൈകിട്ടായാലും അവിടെ എത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ 2 റെയിൻകോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഓൾമോസ്റ്റ് കളമശ്ശേരി നെടുമ്പാശ്ശേരി നമ്മൾ അത്താണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടരാം. അങ്ങനെ ലോങ് ജേണിക്ക് ശേഷം നമ്മളിപ്പോൾ പാലക്കാട് പന്നിയങ്കരയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് നമ്മൾ ടൈം ഡിലേ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം വരുന്ന വഴി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് മഴ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. സോ നമ്മൾ കുറേയൊക്കെ റെസ്റ്റ് എടുത്ത് തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഓൾമോസ്റ്റ് 169 കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ റൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ബാറ്ററി ചാർജ് എന്ന് വെച്ചാൽ 20% ആണ്. നമുക്ക് ഡിസ്റ്റൻസ് MG റേഞ്ച് നമുക്കൊരു 35 കിലോമീറ്റർ കൂടെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനിയും ഒരു നിയർലി ഒരു 60 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട്.
അതിൻ്റെ ചാർജ് ഇത്രയും കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ വണ്ടി കയറ്റാൻ പോകുന്നത്. ഇനിയിപ്പോൾ റൈഡിങ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഞാൻ ഒരിക്കലും ഈ വെഹിക്കിൾ ഞാൻ അത്ര കണ്ട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഒരു സ്കൂട്ടർ ടൈപ്പ് മോഡലായതുകൊണ്ട് തന്നെ അറിയാമല്ലോ, നമുക്ക് കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ഒരു വാഹനം ഓടിക്കുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള TVS ഷോറൂമിൽ പോവുക, iQube ഉടൻ തന്നെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ഞങ്ങളുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സദയം ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ഈ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ നമ്മൾ തിരുത്തിക്കൊണ്ട് ഇനിയും മനോഹരമായ വീഡിയോസായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. മീ വൈശാഖ് സൈനിങ് ഓഫ് ഫ്രം ടോപ്പ് ഹാവൻ TVS. താങ്ക് യു.